ഓർമ്മയ്ക്കായി ഭാഗം 28. മക്കൾക്ക് കരിക്ക് വേണോ? പിന്നെ വേണം. ഇത്രയും നല്ല കരിക്ക് ഇവിടുന്ന് കിട്ടുമ്പോൾ അത് കുടിക്കാതെ ഞങ്ങൾ പോകുമോ എന്ന് ചോദിച്ചുകൊണ്ട് സഞ്ജു മാത്തപ്പൻ ചേട്ടൻ്റെ അടുത്തേക്ക് വന്നു. മാത്തപ്പൻ ചേട്ടൻ ചിരിച്ചുകൊണ്ട് കുറച്ച് മാറ്റിയിട്ടിരുന്ന കരിക്കിനടുത്തേക്ക് നടന്നു. വല്യപ്പച്ചൻ നിങ്ങൾ വരുന്നുണ്ടെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് എടുത്തു വയ്ക്കണമെന്ന്. അതിനുവേണ്ടി മാറ്റിയിട്ടതാ. നല്ല മധുരമാണ് എന്ന് പറഞ്ഞ് മാത്തപ്പൻ ചേട്ടൻ അതിൽ നിന്നും കരിക്കെടുത്ത് വെട്ടാൻ തുടങ്ങി. കൂടെ രണ്ടുപേരെയും കൂടി വിളിച്ച് അവർക്ക് കരിക്ക് വെട്ടിക്കൊടുക്കാൻ പറഞ്ഞു. സഞ്ജുവിന് കിട്ടിയ കരിക്ക് അവൻ അമ്മുവിന് നേരെ നീട്ടി. അമ്മു, ഇത് കുടിച്ചോ എന്ന് പറഞ്ഞതും അമ്മു കൈനീട്ടി അത് വാങ്ങി. അവൾ വാങ്ങി അത് ചുണ്ടോട് അടുപ്പിക്കാൻ പോയപ്പോഴാണ് അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആൽഫിയെ കണ്ടത്. ആ മുഖത്ത് വല്ലാത്ത ദേഷ്യമാണെന്ന് തോന്നിയതും അമ്മു പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാൻ പോയില്ല. അവൾ ആൻസിയുടെയും ആവണിയും ഐശ്വര്യയും നിൽക്കുന്നതിൻ്റെ ഇടയിൽ ചെന്ന് നിന്നുകൊണ്ട് കരിക്ക് കുടിച്ചു. കുടിക്കുന്നതിൻ്റെ ഇടയിൽ പാതിയും താഴേക്കാണ് പോകുന്നത്. ഇവൾക്ക് ഇപ്പോഴും ഒരു കരിക്ക് കുടിക്കാൻ അറിയില്ലല്ലോ, വിഷ്ണു ചോദിച്ചു. എടാ, അവൾ സ്ട്രോ ഉപയോഗിച്ചല്ലേ കുടിക്കുന്നത്. ഇങ്ങനെ കുടിക്കാൻ അവൾക്കറിയില്ല. മോളെ, ഗ്ലാസ് വേണോ? മാത്തപ്പൻ ചേട്ടൻ ചോദിച്ചതും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അമ്മു കരിക്കിലേക്ക് നോക്കി. അതില് ഇനിയുണ്ടോ? അതില് മുഴുവനും നിന്റെ ദേഹത്തെല്ലാം വീണല്ലോ. ആ ഡ്രസ്സെല്ലാം ഈ പെണ്ണ് നനച്ചു എന്ന് പറഞ്ഞ് സഞ്ജു അവന്റെ പോക്കറ്റിൽ നിന്നും ടവലെടുത്ത് അമ്മുവിന്റെ നേരെ നീട്ടി. അവളത് വാങ്ങി ദേഹത്തും കഴുത്തിലും ആയ എല്ലാ കരിക്കിൻ വെള്ളവും തുടച്ചു. ഇന്ന ഇത് കുടിച്ചോ. ഇതെങ്കിലും ദേഹത്ത് വീഴാതെ പതിയെ കുടിക്ക്. പതിയെ പൊക്കി കുടിക്ക്. അപ്പോ വായിലേക്ക് ആയിക്കോളും. ഞാൻ ഒഴിച്ചു തരണോ? സഞ്ജു ചോദിച്ചു. വേണ്ട, അമ്മു പറഞ്ഞു. അവിടെ പോയിരുന്ന് പതിയെ കുടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജു അവളെയും കൊണ്ട് അവിടെ ഇട്ടിരുന്ന ഒരു ബെഞ്ചിനടുത്തേക്ക് നടന്നു. മോനെ, നിനക്ക് വേണ്ടേ കരിക്ക്? മാത്തപ്പൻ ചേട്ടൻ സഞ്ജുവിനോട് ചോദിച്ചു. ആ ചേട്ടാ, ഒരെണ്ണം എനിക്കും എടുത്തോ. ഈ പെണ്ണ് മിക്കവാറും ഇതും കളയുമെന്നാ തോന്നുന്നത്, സഞ്ജു പറഞ്ഞു. ഇതെല്ലാം കണ്ടും കേട്ടും ആൽഫി ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് എൽദോയ്ക്കും ജഗദീഷിനും കേശവനും തോന്നിയത്. ഈ ചെക്കൻ മിക്കവാറും ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ഇവിടെ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. പോയാ അവന് ആയുസ് നീട്ടിക്കിട്ടും. ഇല്ലെങ്കിൽ ആൽഫി മിക്കവാറും അവന്റെ ആയുസ് എടുക്കും. അവന്റെ നോട്ടം നോക്കിയേ. ദേഷ്യത്തോടെയാണ് നോക്കുന്നതെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവന്റെ നോട്ടം വളരെ ശാന്തമാണ്. അവന്റെ ആ ശാന്തതയാണ് നമ്മളെല്ലാവരും പേടിക്കേണ്ടത്. കേശവ് പറഞ്ഞതും നമ്മൾ എന്തിനാ പേടിക്കേണ്ടത്? അവൻ പേടിച്ചാ മതി എന്ന് പറഞ്ഞ് സഞ്ജുവിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. സഞ്ജുവിന്റെ അടുത്തിരുന്ന അമ്മു കരിക്ക് കുടിക്കുന്നത് ആൽഫി കാണുന്നുണ്ട്. എന്നാൽ അവനത് ശ്രദ്ധിക്കാതെ അവിടെ നിന്നും മാറി പണിക്കാരുടെ അടുത്തേക്ക് ചെന്നു. കണക്കും കാര്യങ്ങളും എല്ലാം ചോദിക്കാൻ തുടങ്ങി. ലോഡ് അയച്ചതിൻ്റെ കാര്യങ്ങളും മറ്റും അവരോട് ചോദിച്ചു. അപ്പോഴേക്കും അമ്മു, അത് കുടിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. ചേട്ടാ, ഇതൊന്ന് പൊട്ടിച്ചു തരുമോ? ഇതിൻ്റെ ഉള്ളിൽ കഴിക്കാനുണ്ടാകില്ലേ? സഞ്ജു ചോദിച്ചു. ഉണ്ടാകും മോനെ എന്ന് പറഞ്ഞ് മാത്തപ്പൻ ചേട്ടൻ തന്നെ ആ കരിക്ക് പൊട്ടിച്ചു കൊടുത്തു. അതിൽ ഇളം കരിക്കായിരുന്നു. ഇത് കഴിച്ചോ എന്ന് പറഞ്ഞ് സഞ്ജു അമ്മുവിന് കൊടുത്തു. അവന്റെ കയ്യിലുണ്ടായിരുന്ന കരിക്കും പൊട്ടിച്ചു. അതിലും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അത് കുറച്ച് അവൻ കഴിച്ചു. അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ആൻസിയും ആവണിയും എത്തി. എടാ, എനിക്ക് കിട്ടിയ കരിക്കില് കഴിക്കാനില്ലായിരുന്നു. എനിക്ക് തരൂ ഇത്, ആൻസി ചോദിച്ചതും നീ വേറെ വേണമെങ്കിൽ എടുത്തോ. ഇത് ഈ പെണ്ണിലുള്ളതാണ്. ഈ പെണ്ണിന് കരിക്ക് ഇഷ്ടമാണെന്ന് നിനക്കറിയില്ലേ? ഓ, ഞാൻ മറന്നു. നീ എന്ത് കിട്ടിയാലും അവൾക്ക് മാത്രമല്ലേ കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആൻസി മാത്തപ്പഞ്ഞേട്ടന്റെ അടുത്തേക്ക് പോകുന്നത് നോക്കി അവനിരുന്നു. എനിക്ക് വേണ്ട സഞ്ജു, നീ അവൾക്കത് കൊടുത്തോ. എനിക്ക് ഇത് മതി, അമ്മു പറഞ്ഞു. എൻ്റെ അമ്മു, ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിക്കാണ്. ഇങ്ങനെയൊക്കെ വല്ലപ്പോഴേലും കിട്ടൂ. നീ കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിർബന്ധിച്ച് അമ്മുവിനെ കൊണ്ട് അത് കഴിപ്പിച്ചു. എല്ലാവരുടെയും കഴിക്കലും കഴിപ്പിക്കലും എല്ലാം കഴിഞ്ഞില്ലേ? ഇനി തിരിച്ചു പോകാലോ? ആൽഫി ചോദിച്ചതും അമ്മു അവനെ ഒന്ന് നോക്കി. അവൻ ദേഷ്യത്തിലാണെന്ന് അവൾക്ക് തോന്നി. പക്ഷേ അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും എഴുന്നേറ്റു. പിന്നീട് എല്ലാവരും ആൽഫിയുടെ പുറകെ തന്നെ നടന്നു. ഈശ്വര, ഇന്ന് ഞാൻ ഇനി അവൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. അവൻ്റെ ദേഷ്യവും ചിലപ്പോൾ തീർക്കുന്നത് നമ്മളോടാകും, എൽദോ പറഞ്ഞു. ഞാൻ എന്തായാലും നേരെ വീട്ടിലേക്ക് പോകാണ്. അല്ല, നീ നിന്റെ പെണ്ണിനെ കാണുന്നില്ലേ? എവിടെന്ന്? അവളെ ഞാൻ എത്ര നേരമായിന്നറിയോ നോക്കുന്നത്? അവളെന്നെ നോക്കുന്നതേയില്ല. അവളുടെ നോട്ടം മുഴുവൻ ഈ പറമ്പിൽ ഇനി എന്താണ് കഴിക്കാൻ കിട്ടുന്നത് എന്നാണ്. നീ നോക്കിക്കേ എന്ന് പറഞ്ഞ് എൽദോ ആവണിയെ കാണിച്ചു കൊടുത്തതും അവൾ അടുത്തുള്ള മാവിലേക്ക് നോക്കുന്നത്. ഈശ്വര, ഇനി മാങ്ങ പറിച്ചു കൊടുക്കാൻ പറയോ ആവോ?
ശരിയാ നീ പറഞ്ഞത്, പട്ടിണി കിടന്നിട്ട് വന്നതാണെന്ന് തോന്നുന്നു, കേശവ് പറഞ്ഞു. കേശവ് പറഞ്ഞത് കേട്ടതും അവർ കേശവനെയാണ് നോക്കിയത്. അവൻ ഐശ്വര്യയെ നോക്കുന്നത്. അവളുടെ ഒരു കയ്യിൽ റംബൂട്ടാനാണെങ്കിൽ മറുകൈയിൽ കരിക്കാണ്. ഇതൊക്കെ അവർക്ക് ഇത്രയും ഫ്രഷ് ആയിട്ട് കിട്ടുന്നത് ആദ്യമായിട്ടായിരിക്കും. അവർ നമ്മുടെ അതിഥികളല്ലേ, ജഗദീഷ് പറഞ്ഞു. അതൊക്കെ ശരി, പക്ഷെ കൂടെ നടക്കുന്ന ചെക്കന്മാരെ നോക്കാൻ പാടില്ലേ? ഇവളുമാരെന്താണ് നമ്മളെ മൈൻഡ് ചെയ്യാത്തത്? കേശവ് പറഞ്ഞു. അതെ, അവര് നമ്മളെക്കാൾ നല്ല ചെക്കന്മാരെ കണ്ടാ വന്നിരിക്കുന്നത്. അവരുടെ കോളേജിൽ അടിപൊളി ചെക്കന്മാരും എല്ലാവരും ഉണ്ടാകും. അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് വന്ന് നമ്മളെ വായി നോക്കും എന്ന് കരുതി നിൽക്കണ്ട. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ പറയണം, ജഗദീഷ് പറഞ്ഞു. ഓ, അനുഭവമാണ് അല്ലേ? എൽദോ ചോദിച്ചു. അതെ, അനുഭവം തന്നെയാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ പെണ്ണിനോട് ഇഷ്ടം തോന്നിയത് പറഞ്ഞത്. ഇപ്പോൾ ആൽഫിയെ കണ്ടില്ലേ, അവനൊരു ഇഷ്ടം തോന്നി. അവൻ എന്താ ചെയ്തത്? നേരെ അവളോട് ഇഷ്ടം പറഞ്ഞു. അത് തന്നെയാ ഞാൻ പറയുന്നത്. അയ്യോ, അവൻ അങ്ങനെ ചെയ്തപ്പോൾ കുറ്റം പറഞ്ഞതല്ലേ, ഇനി എങ്ങനെയാ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? എൽദോ പറഞ്ഞു. എടാ, അവൻ ചെയ്തത് കറക്റ്റാണ്. ഇഷ്ടം പറയണം. മനസ്സിലിട്ടുകൊണ്ട് നടന്ന് അത് വലുതാക്കിയ പിന്നെ പിടിച്ചാ കിട്ടില്ല. ഇതാകുമ്പോൾ മനസ്സിൽ തോന്നിയ ഇഷ്ടം അപ്പോൾ തന്നെ തുറന്നു പറയുക. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അത് സ്വീകരിക്കാൻ പറ്റുകയാണെങ്കിൽ അവർ സ്വീകരിക്കട്ടെ. അല്ല, അവർക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ നിന്നും അവരെ എടുത്തു മാറ്റാൻ പറ്റും. കുറച്ച് വിഷമമുണ്ടാകും, പക്ഷേ നമ്മൾ ഇഷ്ടം മനസ്സിൽ കൊണ്ട് വളർത്തി കഴിഞ്ഞിട്ട് അത് ചിലപ്പോൾ പ്രാണൻ പോകുന്ന വേദനയാകും. അതുകൊണ്ട് ആൽഫിയുടെ ആ നിലപാടിനോട് ഞാൻ യോജിക്കുന്നു, ജഗദീഷ് പറഞ്ഞതും. എന്നാ പിന്നെ ഇനി ആ നിലപാട് തന്നെ സ്വീകരിക്കാം, അല്ലേടാ? എൽദോ കേശവിനോട് പറഞ്ഞു. അല്ലാതെ പിന്നെ. പിന്നീട് അവർ വേഗം ആൽഫിയുടെ കൂടെ നടന്നു. അവൻ വേഗം പോവുകയാണ്. അവന്റെ അടുത്തെത്താൻ കുറച്ച് പാടുപെടുന്നുണ്ടായിരുന്നു. അവരുടെ കൂടെ തന്നെ ആൻസിയും കൂട്ടരും പിന്നെ ഏഞ്ചലും എല്ലാവരും ഉണ്ടായിരുന്നു. അവർ വീടെത്തിയതും സമയം ഉച്ചയായിരുന്നു. ഞാൻ വിളിക്കാനിരിക്കായിരുന്നു ഭക്ഷണം കഴിക്കാൻ. ആൽഫിയെ കണ്ടതും ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞു. അതിന് ഇപ്പോൾ അവർക്ക് ഒന്നും വേണ്ടി വരില്ല. ആവശ്യത്തിന് പറമ്പിലുള്ള സാധനങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ട്. ഇനി വയറ്റിൽ സ്ഥലം ഉണ്ടാകാൻ സാധ്യതയില്ല, ജഗദീഷ് പറഞ്ഞു. അതെയോ? അല്ല, അതിന് അവിടെ കഴിക്കാൻ മാത്രം എന്താ ഉണ്ടായേ? എന്താ ഉണ്ടാകാത്തത് എന്ന് ചോദിക്ക്. റംബൂട്ടാൻ, ചാമ്പയ്ക്ക, കരിക്ക്, പേരയ്ക്ക എന്നീ എല്ലാ സാധനങ്ങളും പറിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു, എൽദോ പറഞ്ഞു. അവരങ്ങനെയൊക്കെ പറയും. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ആൻസി പറഞ്ഞു. നിന്റെ വയറ്റിൽ വല്ല കൊക്കോപ്പുഴും ഉണ്ടോ? കേശവ് ചോദിച്ചു. എൻ്റെ ചേട്ടാ, ഇതൊക്കെ എന്ത്? അവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും അതെല്ലാം ദഹിച്ചു. മതി മതി, വാ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ. എല്ലാവരും ഇപ്പോൾ വരും. ആൽഫിയുടെ അമ്മച്ചി അവരെ എല്ലാവരെയും കൂട്ടി അകത്തേക്ക് നടന്നു. ആൻസി, ഞാൻ പോയി ഈ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വരട്ടെ, അമ്മ ചോദിച്ചു. എന്തു പറ്റി മോളെ? ആൽഫിയുടെ അമ്മച്ചി ചോദിച്ചു. അവള് ഒരു കരിക്ക് കുടിച്ചതാ. ആ കരിക്കും വെള്ളം മുഴുവനും അവളുടെ ദേഹത്തായിട്ടുണ്ട്. അതെയോ? എന്നാ മോള് പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ, ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞു. ഞാനും കൂടി വരാം എന്ന് പറഞ്ഞ് ആവണി അവളുടെ കൂടെ പോകാൻ പോയതും, വേണ്ടടാ, ഞാൻ പോയി വേഗം മാറ്റിയിട്ട് വരാം. നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പൊയ്ക്കോ, ഞാൻ വേഗം വരാം എന്ന് പറഞ്ഞ് അമ്മു വേഗം പടികൾ കയറി മുകളിലേക്ക്. അവൾ റൂമിൽ കയറി വാതിലടച്ചു. ഡ്രസ്സ് മാറാനായി ബാഗ് തുറന്നു. മറ്റൊരു ഡ്രസ്സ് എടുക്കുമ്പോഴാണ് വാതിലിൽ മുട്ട് കേൾക്കുന്നത്. അവൾ ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ ആൽഫിയെ കണ്ടതും അവൾ ഞെട്ടി. ആൽഫി അവളെ കടന്ന് അകത്തേക്ക് കയറി വാതിലടച്ചു. എന്താ എന്താ നിങ്ങൾ കാണിക്കുന്നേ? അവൾ ചോദിച്ചു. ഞാനൊന്നും കാണിക്കുന്നില്ലല്ലോ, കാണിക്കാൻ പോകുന്നതേയുള്ളൂ എന്ന് പറഞ്ഞ് അവൻ ടീഷർട്ടിന്റെ കൈ മുകളിലേക്ക് കയറ്റി വെച്ചു. ആൽഫി അമ്മുവിന്റെ അടുത്തേക്ക് നടന്നു. അവൾ പേടിയോടെ പുറകിലേക്കും. നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? ആൽഫി അവൾ പുറകിലേക്ക് പോകുന്നത് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ എന്തിനാ ഇച്ചായൻ എൻ്റെ അടുത്തേക്ക് വരുന്നത്? അവൾ ചോദിച്ചു. നീ പുറകിലേക്ക് പോയിട്ടല്ലേ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അവൻ ചോദിച്ചു. എന്നിട്ടും അവൾ പുറകിലേക്ക് നടന്നു. അവൾ ചെന്ന് ഡ്രസ്സിംഗ് മിററിന്റെ അടുത്ത് വന്ന് മുട്ടി നിന്നു. അവളെ തൊട്ടടുത്ത് തന്നെ ആൽഫിയും. കഴിഞ്ഞോ? ഇനി പോകുന്നില്ലേ? ആൽഫി ചോദിച്ചു. അവൾ ചുറ്റും ഒന്ന് നോക്കി. അത് കണ്ടതും ആൽഫി പെട്ടെന്ന് അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചു അവനിലേക്ക് ചേർത്ത് നിർത്തി. എവിടേക്ക് പോയാലും കൂടെ ഞാനുണ്ടാകും. എൻ്റെ കൺമുന്നിൽ നീ എന്ന് വന്നു പെട്ടോ അന്നു മുതൽ നിനക്കൊരു മോചനം ഉണ്ടാകില്ല. ഇത് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞതാണ്.
ആൽഫി പറഞ്ഞു. എന്നെ വിട്, നിങ്ങളിത് എന്ത് കാണിക്കുന്നേ? അവൾ ചോദിച്ചു. നിനക്ക് ഞാൻ കാണിക്കുന്നത് മനസ്സിലായില്ലേ? നീ എന്താണ് ഇത്ര നേരം കാണിച്ചു കൊണ്ടിരുന്നത്? കുറെ നേരമായല്ലോ നിന്റെ ഒളിച്ചുകളി തുടങ്ങിയിട്ട്. എന്താ അതിന് കാരണം? ആൽഫി ചോദിച്ചു. ഞാൻ ഞാൻ ഒളിച്ചു കളിച്ചില്ലല്ലോ, അവൾ പറഞ്ഞു. ഇല്ലേ? എന്റെ മുഖത്ത് നോക്കി പറ. ആൽഫി അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചതും അവൾ കണ്ണുകളിൽ നിന്നുള്ള നോട്ടം മാറ്റി. അത് പിന്നെ എനിക്ക് പേടിയായിട്ടാ, അവൾ പറഞ്ഞു. ആരെയാ? എന്നെയാണോ നീ പേടിക്കുന്നത്? എന്തിനാ നീ എന്നെ പേടിക്കുന്നത്? എനിക്ക് നിന്നോട് തോന്നിയ ഇഷ്ടം പറഞ്ഞത് കൊണ്ടാണോ? ആൽഫി ചോദിച്ചു. അത് പിന്നെ എന്നോട് ഇഷ്ടം പറയുക മാത്രമല്ലല്ലോ ചെയ്തത്, എന്നോട് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധിക്കുകയല്ല ചെയ്തത്. അത് ശരിയാണ്, ഞാൻ നിന്നോട് നിർബന്ധം പിടിക്കുകയാണ് ചെയ്തത്. കാരണം എനിക്ക് നീയില്ലാതെ പറ്റില്ല, ആൽഫി പറഞ്ഞു. അതിന് നമ്മൾ കണ്ടിട്ട് അധികം ദിവസമായില്ലല്ലോ, അതിനു മുമ്പ് ഇങ്ങനെയൊക്കെ, അവൾ ചോദിച്ചു. ആൽഫി ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ വന്നിട്ടുണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ്. പക്ഷെ എനിക്ക് അവരോടൊന്നും ഒരു തരത്തിലുള്ള ഇഷ്ടമോ സ്നേഹമോ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ നിന്നെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയതാ നീ, ആൽഫി അവൻ്റെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. പക്ഷേ എനിക്ക്, അവൾ എന്തോ പറയാൻ വന്നതും പെട്ടെന്ന് ആൽഫി അവൻ്റെ കൈ അവളുടെ ചുണ്ടുകൾക്ക് മുകളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് എന്നോട് ഒന്നും തോന്നിയിട്ടില്ല എന്നത് പറയണ്ട, അതെനിക്ക് കേൾക്കണ്ട, ആൽഫി പറഞ്ഞു. ആൽഫിയുടെ കൈകൾ അവളുടെ ചുണ്ടിൽ അമർന്നതും അവളുടെ ശരീരം ഒന്ന് വിറച്ചു. അത് മനസ്സിലായതുപോലെ ആൽഫി പതിയെ അവളുടെ ചുണ്ടുകളെ തഴുകിക്കൊണ്ടാണ് കൈ മാറ്റിയത്. അവൻ്റെ കൈകൾ അവളുടെ ചുണ്ടിൽ തഴുകി മാറിയതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? നീ എൻ്റെയാണ്, എൻ്റെ മാത്രം, ആൽഫി പറഞ്ഞു. അത് കേട്ടതും അമ്മു വേഗം അവനെ തള്ളി മാറ്റി. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അവൾ പെട്ടെന്ന് ചോദിച്ചു. അപ്പോ അമ്മുവിൻ്റെ മുഖത്ത് ദേഷ്യമായിരുന്നു. അത് കണ്ടതും അവൾ തള്ളിയപ്പോൾ പുറകിലേക്ക് പോയ ആൽഫി വേഗം അവളുടെ അടുത്തേക്ക് വന്നു. അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് പൂഴ്ത്തി. അവളിൽ നിന്നും ഒരു ഏങ്ങൽ പുറത്തേക്ക് വന്നു. അവളൊന്ന് ഉയർന്നു പൊങ്ങി. ആൽഫിയുടെ ചുടുശ്വാസം കഴുത്തിൽ പതിയുന്നത് അറിഞ്ഞതും അവളുടെ ശരീരം വിറച്ചു. ആ സമയം ആൽഫിയുടെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ഒന്ന് നുണഞ്ഞു. പെട്ടെന്ന് അവൻ്റെ ചുണ്ടുകളും നാവുകളും കഴുത്തിൽ പതിഞ്ഞതും അമ്മു കണ്ണുകൾ മുറുക്കി അടച്ചു. അവളുടെ കൈകൾ അവൾ പോലും അറിയാതെ ആൽഫിയുടെ ഇടുപ്പിൽ മുറുകി. ആൽഫിയുടെ നാവിൻ്റെ ചൂട് അറിഞ്ഞതും അമ്മുവിൻ്റെ ശരീരം തളർന്നു. പതിയെ അവളുടെ കഴുത്തിൽ കടിച്ചുകൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ നിന്നും മുഖം മാറ്റി. നല്ല മധുരം, അവൻ പറഞ്ഞു. കരിക്കിൻ വെള്ളത്തിൻ്റെ രുചിയാണ്, അവൻ വീണ്ടും പറഞ്ഞു. അപ്പോൾ കണ്ണുകൾ മുറുക്കി അടച്ച അമ്മു കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. അവളുടെ കണ്ണുകൾ ചുവന്നു. കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നത് കണ്ടതും ആൽഫി അവൾക്കടുത്തേക്ക് വീണ്ടും ചെന്നുകൊണ്ട് അവളുടെ രണ്ട് തോളിലും പിടിച്ചുകൊണ്ട്, എന്തിനാ നീ ഇപ്പോൾ കരയുന്നേ? ഞാൻ ചേർത്ത് പിടിച്ചത് കൊണ്ടാണോ? ഞാൻ ഈ കഴുത്തിൽ മുഖം പൂഴ്ത്തിയത് കൊണ്ടാണോ? ചുണ്ടുകൾ ഈ കഴുത്തിൽ പതിപ്പിച്ചത് കൊണ്ടാണോ? ഈ കഴുത്തിൻ്റെ ഈ രുചി ഞാൻ അറിഞ്ഞത് കൊണ്ടാണോ? അതിനാണോ നീ കരയുന്നത്? നീ എൻ്റെ ആണെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ പറഞ്ഞു, നീ വിചാരിച്ചാൽ പോലും ഇനി നിനക്ക് ഒരു തിരിച്ചുപോക്ക് എന്നിൽ നിന്നും ഉണ്ടാകില്ല എന്ന്, ഒരു മോചനം ഉണ്ടാകില്ല എന്ന്. അതുകൊണ്ട് എൻ്റെ മുന്നിൽ നിന്നും ഇങ്ങനെ കരയരുത്, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഷോൾഡറിൽ നിന്നും പിടിവിട്ടുകൊണ്ട് അവൻ അവളെ നോക്കി. അപ്പോഴും അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ആൽഫി തിരിഞ്ഞു നടന്നു. വാതിലിനടുത്തേക്ക് ഡോറ് തുറക്കാൻ പോയതും, ഞാൻ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിന് പറ്റിയ ഒരു ചതിയിലുണ്ടായ മകളാണ്, അതുകൊണ്ട് എൻ്റെ അമ്മയെപ്പോലെ എന്നെയും ആക്കാൻ ശ്രമിക്കുന്നതാണോ? അമ്മു ചോദിച്ചു തീർന്നതും ആൽഫി അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. അവളുടെ കവിളിൽ പിടിച്ചു. ഞാൻ നകുൽ മാണിക്കത്താനല്ല, നരിക്കുന്നേൽ ആൽഫ്രഡ് സാമുവലാണ്. നീ എൻ്റെ പെണ്ണാണ്,
ഈ ആൽഫ്രഡ് സാമുവൽ സ്നേഹിക്കുന്ന പെണ്ണ് എൻ്റെ ശരീരത്ത് ജീവൻ്റെ ഒരു തുടിപ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിട്ടു പോകില്ല. ഇത് ആൽഫ്രഡ് സാമുവൽ തരുന്ന വാക്കാണ്. ഈ വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ നീ ഓർക്കണം, ഈ ആൽഫ്രഡ് സാമുവൽ ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല എന്ന്. എന്നിട്ട് നീ എന്നെ വിട്ടുപോയിക്കോ. ആൽഫി അത്രയും പറഞ്ഞുകൊണ്ട് അവളെയും പിടിച്ച് ഒന്ന് വട്ടം കറങ്ങി ഭിത്തിയിലേക്ക് അവളെ ചേർത്ത് നിർത്തി. വീണ്ടും അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. ഇപ്രാവശ്യം കുറച്ച് താഴെയായിട്ടാണ് മുഖം ചേർത്തത്. അവിടെ അവൻ പതിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെ കടിച്ചു. അവളുടെ ആ വേദനയുടെ ശബ്ദം പുറത്തേക്ക് വന്നതും അവൻ പതിയെ ചുണ്ടുകൾ കൊണ്ട് കടിച്ച ഭാഗത്ത് ചുംബിച്ചുകൊണ്ട് മുഖമുയർത്തി അവളെ നോക്കി. കണ്ണുകളടച്ച് ഭിത്തിയിലേക്ക് തല ചേർത്ത് വെച്ച് നിൽക്കുന്ന അമ്മുവിനെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇത് നീ വീണ്ടും ചോദിച്ചു വാങ്ങിയതാണ്. എൻ്റെ പ്രണയത്തെ, എൻ്റെ ഇഷ്ടത്തെ നീ സംശയിച്ചതിന് ഞാൻ തരുന്ന കുഞ്ഞു ശിക്ഷയാണിത്. ആൽഫി പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കി തിരികെ നടന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. ഹായ്, ഞാൻ കാർത്തിക. എൻ്റെ ശബ്ദം ഇതുവരെ ശരിയായിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഒരുപാട് ദിവസം സ്റ്റോറി മുടക്കിയാൽ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് സ്റ്റോറി ഈ ശബ്ദം വെച്ചിട്ടാണെങ്കിലും ഞാൻ ചെയ്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.